ഈ വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ പറ്റിയുള്ള കോൺഫിഡൻസ് ഒരുപാട് ബൂസ്റ്റഡ് ആയിട്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഫോട്ടോഗ്രാഫിയിലെ അത് ടെസ്റ്റ് ക്രിക്കറ്റ് പോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റ് ലൈവായിട്ട് കാണുന്നതും അതിൻ്റെ ഹൈലൈറ്റ്സ് കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? അതുപോലെയാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നത്. അത് അവരുടെ വർക്കോ അവരുടെ ജേർണിയോ അല്ല, അത് അവരുടെ ഹൈലൈറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാം. എന്നിട്ട് ആ ഹൈലൈറ്റ്സിനെ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റ് പോലെ വലിഞ്ഞ് നീണ്ടു കിടക്കുന്ന ആ പ്രോസസ്സ് എൻജോയ് ചെയ്യേണ്ട നമ്മുടെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫിയെ പറ്റി നമ്മൾ കമ്പയർ ചെയ്താൽ, മറ്റൊരാളുടെ ഹൈലൈറ്റ്സുമായിട്ട് അതിനെ കമ്പയർ ചെയ്താൽ എങ്ങനെ ശരിയാവും? ഈ ഒരു കുഴപ്പമാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ ഇഷ്യൂ. കാരണം എന്താണെന്നല്ലേ, നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് 1% ഫോട്ടോസ് അല്ലേ നമ്മൾ സാധാരണ ഷെയർ ചെയ്യുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ഭംഗിയായ, അങ്ങനെ ഏറ്റവും അടിപൊളി വർക്ക് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, റീച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇമേജ് ആണ് നമ്മളിലേക്ക് എത്തുന്നത്. പല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫി ഹൈലൈറ്റ്സിലെ ഏറ്റവും ബെസ്റ്റ് വർക്കാണ് നമ്മുടെ ഫീൽഡിലേക്ക് നമുക്ക് എത്തുന്നത് തന്നെ. അതിനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെടുക്കുന്ന ചെറിയ ഓരോരോ ഇമേജുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കുന്നത് തന്നെ മണ്ടത്തരമല്ലേ? റിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ മെസ്സി, ടൈം കൺസ്യൂമിങ്, പേഷ്യൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിന് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഇമേജ് ആയിരിക്കും എടുക്കുന്നത്, ഒരു മാസം കൊണ്ട് ഏറ്റവും നല്ലൊരു ഇമേജ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. ആസ് എ ഗുഡ് ഫോട്ടോഗ്രാഫർ ഒരു ലൈഫ് ടൈമിൽ ഒരു സെറ്റ് ഓഫ് 100 ഗുഡ് ഇമേജ് ആയിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ ആദ്യം തന്നെ നിർത്തണം. അപ്പോൾ ഫോട്ടോഗ്രാഫി മെസ്സി, ടൈം കൺസ്യൂമിങ്, ഡേർട്ടി വർക്ക് ആണെന്ന് റിയലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് നമ്മൾ മറ്റുള്ളവരുടെ ഹൈലൈറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി ആദ്യം തന്നെ അങ്ങ് Let's just agree to disagree, my friend. Okay. ഇനി ഒരു പരമപച്ചയായ സത്യം പറയട്ടെ, നിങ്ങൾ ഈ അഡ്മയർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് അല്ലേ, അവരും വളരെ മോശമായി ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നവർ തന്നെയാണ്. മാൽക്കം ഗ്ലാഡ്വെൽ എന്ന് പറഞ്ഞൊരു മച്ചാനുണ്ട്. ആ മച്ചാൻ പറയണത് എന്താ അറിയോ? 10,000 hours നമ്മളൊരു സ്കില്ലിലേക്ക് ഇടുക എന്നുള്ളതാണ് ആ സ്കില്ലിൽ നമ്മൾ എക്സ്പേർട്ട് ആവാനുള്ള ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. മൊത്തം കൂടെ കൂട്ടിയാൽ നിങ്ങൾ എത്ര അവേഴ്സ് ചിലവാക്കിയിട്ടുണ്ടാകും ഫോട്ടോഗ്രാഫിയിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ? മേ ബി നിങ്ങളുടെ ഇയർ 2ലും നിങ്ങൾ കാണുന്ന ഫോട്ടോഗ്രാഫർ ഇയർ 10ലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വർക്ക് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾ മറ്റൊരു ടൈം ലൈനിലാണ് എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ആകെ ചെയ്യേണ്ട കമ്പാരിസൺ പ്രോബബ്ലി നിങ്ങളുടെ തന്നെ വർക്കുമായിട്ടാണ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ വർക്കുമായിട്ട് എത്ര ബെറ്ററായി എനിക്ക് ഇപ്രാവശ്യം ഫോട്ടോ എടുക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എത്ര ബെറ്ററായിട്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ വർക്കിനെ നിങ്ങളുടെ തന്നെ വർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പഠിക്കലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം. ഇത് ഞാൻ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ വെഡ്ഡിങ് ആയിക്കോട്ടെ, എൻ്റെ ഇവൻറ്റ്സ് ആയിക്കോട്ടെ, ഞാൻ പ്രൊഫഷണലി ചെയ്യുന്നതോ പേഴ്സണലി ചെയ്യുന്നതോ ഫോട്ടോഗ്രാഫിയിലെല്ലാം എൻ്റെ തന്നെ വർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ സിമിലർ പിക്ചേഴ്സ് എടുക്കുമ്പോൾ ഞാൻ എത്ര ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ എന്ത് പുതിയ ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്തതെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെനിക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് എൻ്റെ ഫോട്ടോഗ്രാഫിയെ പറ്റി തരാറുണ്ട്. സോ നെക്സ്റ്റ് ടൈം എൻ്റെ ഫോട്ടോഗ്രാഫി കൊള്ളത്തില്ലെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മാൽക്കം ഗ്ലാഡ്വെൽ മച്ചാനെ ഓർക്കുക, പുള്ളിൻ്റെ 10,000 hours റൂൾ ഓർക്കുക. 10,000 hours ഒക്കെ നമ്മളൊരു സംഭവത്തിലേക്ക് ഇടുമ്പോഴേക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി നെക്സ്റ്റ് ലെവലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് 6 pack ആബ്സോ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ബോഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിം വീഡിയോസ് കണ്ടാണോ അത് ഉണ്ടാക്കുക, അതോ ജിമ്മിൽ പോയതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ഉണ്ടാക്കുക? നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് ബാക്കി ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജിമ്മിലെ വീഡിയോസ് കാണുന്ന പോലെയുള്ളൂ. പക്ഷെ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴാണ് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് അറിയോ? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെക്സിബിളായി പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അത് പഠിക്കുന്നത്. കാണുന്നത് വഴി നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും, പഠിക്കാനുള്ള ഒരുപാട് സ്കോപ്പൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മൾ ജിമ്മിൻ്റെ കാര്യം എപ്പോഴും ഓർക്കുക, നമുക്ക് 6 pack വേണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, വർക്കൗട്ട് വീഡിയോസ് കണ്ടാൽ പോരാ. സെയിം വേ നമ്മുടെ ഫോട്ടോഗ്രാഫി ബെറ്റർ ആക്കാൻ നമ്മൾ സ്ക്രോൾ ചെയ്ത് മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോസ് കണ്ടാൽ മാത്രം പോരാ. ആ ഫോട്ടോസിനെ പറ്റി നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് കൂടുതൽ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറേ സമയം പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു ചാലഞ്ച് ആയിട്ട് എടുത്തുകൂടെ? 20 മിനിറ്റ് നമ്മുടെ സ്ക്രോളിംഗ് ടൈം നമ്മൾ മാറ്റി വെച്ചിട്ട് 20 മിനിറ്റ് ഒരു ദിവസം നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ചിലവാക്കിക്കൂടെ? അതായത് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഓൾറെഡി ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പറ്റട്ടെ. ബാക്കി 2 പോയിന്റ് കൂടെ ഉണ്ട്, അത് ഇതിലും ഇമ്പോർട്ടൻ്റ്. അടുത്ത മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്സസ് എന്താണെന്നുള്ള ഒരു മൈൻഡ് ഷിഫ്റ്റ് ഡിഫറൻസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് കേട്ടിട്ടുണ്ടോ? സംഭവം കിടിലം പേരൊക്കെ ആണെങ്കിലും സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഉണ്ടാകുന്ന സക്സസ്സോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിൻ സ്റ്റെബിലൈസ് ആയിട്ട് നമ്മുടെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ബ്രെയിൻ ഇങ്ങനെ ആ സന്തോഷം തേടി ഓടിക്കൊണ്ടേയിരിക്കും. ഒരു സന്തോഷത്തിൽ നമ്മൾ സ്റ്റക്ക് ആവത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക് അടിപൊളിയാണെന്ന് വിശ്വസിക്കാൻ നമ്മളൊരു 1000 ലൈക്സ് കിട്ടിയ എൻ്റെ ഫോട്ടോസ് നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ 1000 കിട്ടുമ്പോഴേ നമ്മുടെ ബ്രെയിൻ അത് മറന്നിട്ടുണ്ടാവും. 2000 ലൈക്സ് കിട്ടിയാലേ നല്ലതാവും എന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് തോന്നിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ നമ്മളെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ പേരാണ് ഹെഡോണിക് ട്രെഡ്മിൽ. അപ്പോൾ ആ ട്രെഡ്മിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാൽ തലയും കുത്തി താഴെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണ വീടുകളിൽ ചെയ്യുന്ന പോലെ ആ ട്രെഡ്മിൽ സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൽ തുണി ഉണക്കാൻ ഇട്ടിട്ട് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്ത് അതായിരിക്കണം
നമ്മുടെ സക്സസിൻ്റെ അളവുകോലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സക്സസിൻ്റെ ഡിഫറൻസ് നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റും. നമ്മൾ കൂടുതൽ നമ്മുടെ സക്സസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സക്സസ് നമുക്ക് കൂടുതൽ കാണാനും ആ സക്സസ് കൂടുതൽ അച്ചീവ് ചെയ്യാനും നമുക്ക് പറ്റും. ഇതല്ലേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സക്സസ് ട്രാക്ക് ചെയ്യുന്ന കാര്യം, സക്സസ് ട്രാക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു വെഡ്ഡിങ് വർക്കിന് പോവുകയാണെങ്കിൽ ആ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ആ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാണ്, ഈ വെഡ്ഡിങ്ങിൽ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ക്യാപ്ചർ ചെയ്തു, ഞാൻ ഇതുവരെ ക്യാപ്ചർ ചെയ്യുന്ന എൻ്റെ സ്റ്റൈൽ അല്ലാതെ പുതിയതായിട്ട് എന്ത് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ചില സമയത്ത് അത് ചിലപ്പോൾ നമ്മുടെ ബ്രൈഡ് എൻട്രൻസിന് ഒരു നല്ല വേറെ ആംഗിൾ ബാക്കിൽ നിന്നൊരു നല്ല ഷോട്ട് എടുക്കാൻ പറ്റി എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ബ്രൈഡ് ആൻഡ് ഗ്രൂം ഫസ്റ്റ് കിസിൻ്റെ സമയത്തൊരു അടിപൊളി, അതുവരെ സാധാരണ എടുക്കുന്നതിന് പകരമുള്ളൊരു അടിപൊളി വൈഡ് ആംഗിൾ ഷോട്ട് എടുക്കാൻ പറ്റി എന്നുള്ളതായിരിക്കാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ഞാൻ ചെയ്തു എന്ന് നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാൻ സാധിക്കും. നെക്സ്റ്റ് തിങ് ഈസ് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് പോയോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഫിയർലെസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി കമ്മ്യൂണിറ്റിയുടെ ഒരു മെമ്പറാണ്. അപ്പോൾ ഫിയർലെസ് ഫോട്ടോഗ്രാഫിയിലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വർക്കൊക്കെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഓരോ വർക്കിലും എൻ്റെ കംഫർട്ട് സോണിന് പുറത്ത് ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. കാരണം ഇറ്റ് ഗിവ്സ് യു ഒരുപാട് ലേണിംഗ് നമുക്ക് തരുന്നൊരു കാര്യമാണ് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, 1% ഇന്നലത്തേക്കാൾ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർക്കിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ഇപ്രാവശ്യം എടുക്കാൻ പറ്റിയോ? അതെൻ്റെ കംഫർട്ടിലായിരിക്കാം, എൻ്റെ ടെക്നിക്കാലിറ്റീസിലായിരിക്കാം, ഞാൻ ഷൂട്ട് ചെയ്യുന്ന എസ്തെറ്റിക്സിലായിരിക്കാം. എന്തെങ്കിലും കാര്യത്തിൽ 1% എനിക്ക് ബെറ്റർ ആക്കാൻ സാധിച്ചാൽ ഐ ആം ഓൺ ദ റൈറ്റ് പാത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളോട് തന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പകരം കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ചാൽ തന്നെ നമ്മുടെ വർക്കിൻ്റെ പ്രോഗ്രസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ സക്സസ് നമുക്ക് കൂടുതൽ കാണാനും പറ്റും. ഇനി അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു പോയിന്റ് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ വൈഫ് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പം ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഉള്ള സബ്ജക്റ്റും അതുപോലെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ രീതികളും എല്ലാം എൻ്റെ വൈഫിന് പുതിയതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാംസ് എടുക്കുമ്പോൾ എക്സാമിന് ശേഷം ഇവിടെ ഫീഡ്ബാക്ക് എടുക്കാൻ, നമ്മൾ ആ എക്സാമിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന ഫീഡ്ബാക്ക് തരുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ ആ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഈ സബ്ജക്ട്സ് നമ്മൾ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള റിയലൈസേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. ആ യൂണിവേഴ്സിറ്റിയിലുള്ള ബുദ്ധിയുള്ള ആൾക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നതനുസരിച്ച് ഇതുപോലുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് മുന്നോട്ട് പോകാൻ, ഗ്രോ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി എക്സാമോ വലിയ റാങ്ക് ഹോൾഡർ ഒന്നും ആവാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെറും ഫോട്ടോഗ്രാഫി പഠിക്കാൻ നോക്കുമല്ലേ. അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ആൾക്കാരുടെ ഫീഡ്ബാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ തന്നെ ഫീഡ്ബാക്ക് ധാരാളം മതിയാവും. ബട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിലാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. 6 months ബാക്കിലെ നമ്മുടെ വർക്ക്, അല്ലെങ്കിൽ 3 months ബാക്കിലെ നമ്മുടെ വർക്ക്, ഇങ്ങനെ ഓരോ ഡിഫറൻസ് ടൈം പീരീഡിലെ നമ്മുടെ വർക്കുമായിട്ട് തന്നെ നമ്മുടെ വർക്കിനെ നമുക്ക് കമ്പയർ ചെയ്താൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി, എന്തൊക്കെ നമ്മൾ ബെറ്ററായി, ഇനി എന്തൊക്കെ ബെറ്റർ ആവാനുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനും സാധിക്കും. നമ്മൾ ബെറ്റർ ആവാനുള്ള ഭാഗങ്ങളെല്ലാം നമ്മുടെ ഒരു ഫെയിലിയർ ആയിട്ടല്ല എടുക്കേണ്ടത്, നമ്മുടെ ഫീഡ്ബാക്ക് ആയിട്ടാണ് എടുക്കേണ്ടത്. നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യണം, എവിടെ ഇമ്പ്രൂവ് ചെയ്യണം, അടുത്ത 6 മാസത്തേക്ക് ഞാൻ എവിടെ ഫോക്കസ് ചെയ്യണം, ഏത് കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ എഡിറ്റിംഗ് ആണോ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ലെൻസ് ചോയ്സ് ആണോ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കോമ്പോസിഷൻ ആണോ ഞാൻ കൂടുതൽ പഠിക്കേണ്ടത്, അതോ എങ്ങനെ ലൈറ്റ് ചെയ്യാനാണോ ഞാൻ പഠിക്കേണ്ടത്, അതോ എൻ്റെ ക്യാമറയുടെ സെറ്റിങ്സ് ആണോ ഞാൻ പഠിക്കേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഫീഡ്ബാക്ക് മെക്കാനിസമാണ് നമ്മൾ ഈ തിരിഞ്ഞുനോട്ടം. നമ്മൾ മറ്റ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോസ് നോക്കി അതിൻ്റെ സെറ്റിങ്സും അതിൻ്റെ ലൈറ്റിങ്ങും അതിൻ്റെ കോമ്പോസിഷനും ഒക്കെ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് അതിനെപ്പറ്റി വിലയിരുത്താറില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ തന്നെ വർക്കിനെ പറ്റി നമ്മളത് ചെയ്യാതെ നമ്മുടെ കഴിഞ്ഞ പാസ്റ്റിലെ വർക്കുകളെ പറ്റി അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ഇനി എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഏറ്റവും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കോമ്പോസിഷൻ. നമ്മൾ ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് യൂസ് ചെയ്ത് കോമ്പോസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ തിരിഞ്ഞു നോക്കുന്ന കാര്യമാണ് മറ്റുള്ള ഇവൻറ്റ്സ് ഞാൻ എങ്ങനെയാണ് കോമ്പോസ് ചെയ്തതെന്നും അതെങ്ങനെയാണ് ഞാൻ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നതെന്നും. അതുപോലെ നിങ്ങളുടെ വർക്കിലേക്കും ഡീറ്റെയിൽ ആയിട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫി നമുക്ക് അടിപൊളിയാക്കി എടുക്കാനും പറ്റും. അല്ലാതെ ഒരു ദിവസം ഒറ്റയടിക്ക് ഫോട്ടോഗ്രാഫി നന്നാവുന്നൊരു പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ ചെറിയ 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 എലമെൻറ്റ്സ് ആണ് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുക അല്ലേ? നിങ്ങൾ ഈ വീഡിയോയിൽ ഇതുവരെ എത്തിയെങ്കിൽ ഐ എം തിങ്കിങ് ഇതിനകത്ത് ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവും, ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചാൽ ഐ എം വെരി ഹാപ്പി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൈലൈറ്റ്സുമായിട്ട് മറ്റുള്ളവരുടെ ഹൈലൈറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന നിർത്തി നമ്മൾ തന്നെ കൂടുതൽ അവേഴ്സ് ഇതിലേക്കിട്ട് നമ്മൾ തന്നെ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഹെഡോണിക് ട്രെഡ്മില്ലിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ തന്നെ ഫീഡ്ബാക്ക് നോക്കി നമ്മുടെ വർക്ക് ബെറ്റർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ റെഡിയാണെങ്കിൽ ഐ ആം ഇൻ എന്നൊരു കമൻറ്റോട് നിങ്ങളിട്ടാൽ എന്നെ സംബന്ധിച്ച് ഈ വീഡിയോ അതിൻ്റെ പേർപ്പസ് മീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ വർക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ തിരക്കുകളുടെ കൂടെ ഫോട്ടോഗ്രാഫി കൊണ്ടുപോകാനുള്ള സമയം കിട്ടാറില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്, എങ്ങനെ നിങ്ങളുടെ വർക്ക് ആൻഡ് പാഷൻ ബാലൻസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക, വാച്ച് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ടെൽ മീ യുവർ
ഫീഡ്ബാക്ക്. സോ ഞാൻ കൂടുതൽ എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.